അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 140. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. وهديناه النجدين فلاقتحم العقبة. صدق الله مولانا العظيم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സൂറത്തുൽ ബലദിലെ 10ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 10, 11 ആയത്തുകളാണ്. അലം നജ്അൽ ലഹു ഐനൈനി വലിസാനം വശഫതൈൻ. മനുഷ്യന് നാം 2 കണ്ണുകളും അതുപോലെ സ്ഫുടമായി സംസാരിക്കാൻ കഴിയുന്ന ഒരു നാവും 2 അധരങ്ങളും നൽകിയില്ലയോ? വഹദൈനാഹുൻ നജ്ദൈൻ എന്നതുപോലെ അവന് 2 മാർഗങ്ങളും നാം വിവരിച്ചു കൊടുത്തില്ലേ? നജ്ദൈൻ എന്ന് പറഞ്ഞാൽ ഇരുമാർഗങ്ങൾ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂരിപക്ഷം ഖുർആൻ വ്യാഖ്യാതാക്കളും പറഞ്ഞത് ത്വരീഖയിൽ ഖൈരി വശർ അൽ മുഫ്ദിയൈനി ഇലൽ ജന്നത്തി വന്നാർ. സ്വർഗത്തിലേക്കും നരകത്തിലേക്കും എത്താൻ കാരണമാകുന്ന നന്മയുടെയും തിന്മയുടെയും 2 റൂട്ടുകളാണ്. ഈ വഴിക്ക് പോയാൽ സ്വർഗത്തിലെത്താമെന്നും ഈ വഴിക്ക് പോയാൽ നരകത്തിലെത്താമെന്നും അള്ളാഹു നമുക്ക് കൃത്യമായി വിശദീകരിച്ചു തന്നു എന്നർത്ഥം. ഇത് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണ്. വെറും കണ്ണും മൂക്കും നാക്കും തന്ന് സൃഷ്ടിച്ച് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ സത്യം കണ്ടെത്താനും ധർമാധർമ്മങ്ങളെ വിവേചിച്ചറിയാനും നമുക്ക് ഇതുപോലെ സാധിക്കില്ലായിരുന്നു. അവിടെയാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മാർഗ നിർദ്ദേശവും കൂടെ ഗൈഡൻസും കൂടെ അള്ളാഹു നടത്തിയിട്ടുണ്ട് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഇതാണ് വഹദൈനാഹുൻ നജ്ദൈൻ. ഇനി മറ്റൊരു തഫ്സീർ കാണാം. ഇരുമാർഗത്തിലേക്ക് ആ മനുഷ്യനെ നാം വഴി ചേർത്തില്ലയോ? അവന് ഞാൻ വഴി കാണിച്ചില്ലയോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രസവിച്ചു വീണ കുഞ്ഞിന് ഉമ്മയുടെ സ്തനങ്ങളിലേക്ക് വഴി കാണിച്ചു, മുല കുടിക്കാൻ അവന് പഠിപ്പിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഭൂരിഭാഗം മുഫസ്സിറുകൾ പറഞ്ഞതും മാത്രമല്ല, ആയത്തിൻ്റെ മഹത്വത്തോടും വിഷയത്തിൻ്റെ ഗൗരവത്തോടുമൊക്കെ പൊരുത്തപ്പെടുന്നത് ആദ്യം പറഞ്ഞതാണ് എന്ന് അല്ലാമ അൽ ഹാഫിദ് ഇബ്നു കസീറിനെ പോലെയുള്ളവരൊക്കെ തറപ്പിച്ചുറപ്പിച്ച് പറയുന്നത് കാണാം. അപ്പോൾ വഹദൈനാഹുൻ നജ്ദൈൻ എന്ന് പറഞ്ഞാൽ ഇരുമാർഗങ്ങളും, രക്ഷയുടെയും ശിക്ഷയുടെയും ഇരുമാർഗങ്ങളും അവന് ഞാൻ വിവരിച്ചു കൊടുത്തു എന്നർത്ഥം. ഇതിന് തത്തുല്യമായ ഒരായത്ത് സൂറത്തുൽ ഇൻസാനിലെ 2ാം വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നീട് ഈ ആയത്ത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. ഇതിൻ്റെ തൊട്ടുമുമ്പിൽ ഇന്ന അലൈനാലൽ ഹുദാ വ ഇന്ന ലനാലൽ ആഖിറത വൽ ഊല എന്ന് പറഞ്ഞ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇന്ന അലൈനാലൽ ഹുദാ എന്ന് പറഞ്ഞെടുത്ത് സൂറത്തുൽ ലൈലിൽ നമ്മൾ വിശദമായി ഉദാഹരണ സഹിതം വ്യക്തമാക്കിയിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തി പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണ് എന്ന് വ്യക്തമായി അന്ന് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നാം ആലോചിക്കേണ്ടത് നമ്മുടെ ബാധ്യതകൾ. വഹദൈനാഹുൻ നജ്ദൈൻ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തുടർന്ന് പറയുന്നത് ഫലഖ്തഹമൽ അഖബ, എന്തുകൊണ്ട് അവൻ കടമ്പ കടക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ്. ആ കടമ്പ
നമ്മൾ കടന്ന് തീർക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ വിശദമായി പഠിക്കേണ്ടതും ചിന്തിക്കേണ്ടതും. കടമ്പ കടക്കാൻ എന്തുകൊണ്ട് തയ്യാറല്ല എന്ന് പറഞ്ഞാൽ, കണ്ണും മൂക്കും നാക്കുമൊക്കെ നൽകി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ചില ബാധ്യതകളുണ്ട്. ആ ബാധ്യത അവൻ നിർവഹിച്ചേ പറ്റൂ. അത് ദീനിന്റെ നിയമവിലക്കുകളാണ്. ആ ബാധ്യതയെക്കുറിച്ച് അള്ളാഹു ഇവിടെ സംസാരിച്ചത് കടമ്പ എന്നാണ്. ഒരു കടമ്പ കടക്കാൻ നേരെ അഖബ എന്ന് പറഞ്ഞാൽ മലമ്പാത, പ്രയാസപ്പെട്ട വഴി എന്നാണ്. കടക്കാൻ പ്രയാസപ്പെടുന്ന വഴികൾ, താണ്ടിക്കടക്കേണ്ട മലമ്പാതകൾ. അപ്പോൾ ദീനിലെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ചുമലിൽ വെച്ച ഉത്തരവാദിത്തത്തെക്കുറിച്ച് കടമ്പ കടക്കുക എന്ന പ്രയോഗമാണ് നടത്തിയത്. അപ്പോൾ ദീനനുസരിച്ച് ജീവിക്കുക എന്നത് അത്ര പെട്ടെന്ന് സാധ്യമല്ല. അല്പം പ്രയാസപ്പെടേണ്ടി വരും. ഒരു കടമ്പ കടക്കുന്ന അത്ര വലിയ പ്രയാസം പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കാനുണ്ട്. അതൊരു കടമ്പ തന്നെയാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതായാലും വഹദൈനാഹു നജ്ദൈൻ എന്നതിനെപ്പറ്റി സൂറത്തുൽ ഇൻസാനിനെ 2-ാം വചനം പറയുന്നു എന്ന് പറഞ്ഞു. അതുമാത്രം ഇന്ന് നമുക്ക് കേൾക്കാം. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി. തീർച്ചയായും മനുഷ്യനെ നാം പടച്ചിരിക്കുന്നത് സിക്താണ്ഡത്തിൽ നിന്നുമാണ്. മനുഷ്യനെ നാം പടച്ചിരിക്കുന്നത് നബ്തലീഹി, അവനെ പരീക്ഷിക്കാൻ വേണ്ടി. സിക്താണ്ഡം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുരുഷന്റെ ബീജവും ഉമ്മയുടെ അണ്ഡവും കൂടെ, സ്ത്രീയുടെ അണ്ഡവും കൂടെ ചേർന്നതാണ്. വാപ്പയുടെ ബീജവും ഉമ്മയുടെ അണ്ഡവും കൂടെ ചേർന്ന സിക്താണ്ഡത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. നബ്തലീഹി, എന്തിനാണ് ഈ മനുഷ്യനെ ഇങ്ങനെ സൃഷ്ടിച്ചൊരുക്കിയത്? അവനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഫജഅൽനാഹു സമീഅൻ ബസീറ. അങ്ങനെ ആ മനുഷ്യനെ നമ്മൾ കണ്ണും കാതുമുള്ളവനാക്കി. അവന് ചെവിയും അവന് കണ്ണും നമ്മൾ നൽകിയിരിക്കുകയാണ്. എന്നിട്ട് ഇന്നാ ഹദൈനാഹു സബീൽ, ഇന്നാ ഹദൈനാഹു സബീൽ, ആ മനുഷ്യന് നാം വഴി കാണിച്ചു കൊടുത്തു. ഇമ്മാ ഷാക്കിറ വ ഇമ്മാ കഫൂറ. ഒന്നുകിൽ നന്ദി പ്രകടിപ്പിക്കുന്നവനായി ജീവിക്കാം, അല്ലെങ്കിൽ നന്ദി കെട്ടവനായും ജീവിക്കാം. അത് രണ്ടിനും പറ്റാവുന്ന വിധം അവന് നാം വഴി കാണിച്ചു കൊടുത്തു. അവൻ്റെ സെലക്ഷൻ അനുസരിച്ച് നന്മ വേണോ തിന്മ വേണോ, സ്വർഗം വേണോ നരകം വേണോ, രക്ഷ വേണോ ശിക്ഷ വേണോ, അത് അവന് തെരഞ്ഞെടുത്ത് അത് കരസ്ഥമാക്കാൻ കഴിയുമെന്നർത്ഥം. അള്ളാഹു നന്മയുടെ വഴിയിലൂടെ ചലിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.